السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما ينطق عن الهوى إن هو إلا وحي يوحى. ലോകത്തുടനീളം മലയാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശിഷ്യ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഐതിഹാസികമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്ന വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ ഭാഗമായി കേരളത്തിലെ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് MSM കഴിഞ്ഞ 19 വർഷക്കാലമായി നടത്തിവരുന്ന ശ്രദ്ധേയമായ ദേശീയ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് വൈകുന്നേരം തുടക്കം കുറിച്ചിട്ടുള്ള ഈ മഹാവിദ്യാർത്ഥി കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിൽ നിന്നുള്ള അറിവ് വിശദീകരിച്ചു പഠിക്കുവാനും ഉള്ള ഈ ശ്രമങ്ങൾ ലോകത്തിൻ്റെ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അമേരിക്കയിൽ ഉടൻ അവതരിപ്പിക്കാൻ പോകുന്ന സുപ്രധാനമായ ഒരു ബില്ല് സംബന്ധിച്ച് ഇസ്ലാമിക ആശയ ആദർശങ്ങളെ ആശയപരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു മലയാള പത്രം ഇന്നതിൻ്റെ 1ാമത്തെ പേജിൽ ഏറ്റവും മുകളിൽ ഒരു വാർത്ത കൊടുത്തത് നമ്മിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിരിക്കും. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട ഡേവിഡ് മൂർ അവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ല് അമേരിക്കയിൽ യോഗാ വസ്ത്രത്തെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അഥവാ ഇറുകിയ വസ്ത്രം അത് നിരോധിക്കണം എന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥ. ഈ ബിൽ നിയമമായി കഴിഞ്ഞാൽ ഇറുകിയ വസ്ത്രം, ഇന്ന് അത് റിപ്പോർട്ട് ചെയ്ത മലയാള പത്രം പ്രയോഗിച്ചത് പ്രകോപനപരമായ വസ്ത്രം, അത് ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അറസ്റ്റിലാകും. മാത്രമല്ല 5 വർഷം വരെ തടവും $5000 വരെ പിഴയും ആ ഒരു തെറ്റിന് കോടതിക്ക് ഈടാക്കാവുന്നതാണ്. ഈ ഒരു വാർത്തയെ ഇന്നത്തെ സമകാലീന സാഹചര്യത്തിൽ പരിശുദ്ധ ഇസ്ലാം, അതേപോലെ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ പ്രവാചകൻ നിന്ദിക്കപ്പെടുമ്പോൾ, വിമർശിക്കപ്പെടുമ്പോൾ
ആധുനികതയുടെ മുകളിലൂടെ പറക്കാൻ ആഗ്രഹിക്കുന്ന, ഭൗതികവാദം തങ്ങളുടെ മതമായി സ്വീകരിച്ച ഒരു രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നതിൽ നിന്നും അമേരിക്കക്ക് കിട്ടുന്ന പരിഹാരം ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെ നിയന്ത്രിക്കണമെന്നും അവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നും പിഴ ഈടാക്കണമെന്നുമാണെങ്കിൽ, ഇവിടെയാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കാൻ ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിച്ചാൽ, ഒരു കാരണവശാലും പഠന വിധേയമാക്കാതെ ഒരു മതത്തിന് നേരെ, ഒരു പ്രവാചകന് നേരെ യാതൊരു ന്യായീകരണവുമില്ലാത്ത നിന്ദകൾ അടിച്ചുവിടുമ്പോൾ, അതിനെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരവസ്ഥ സംജാതമാകുന്നു എന്നത് വളരെ പ്രധാനമാണ്. മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരാലും ആദരിക്കപ്പെട്ട്, എല്ലാവരാലും സ്വീകരിക്കപ്പെട്ട് കണ്ണിലുണ്ണിയായി ആ സമൂഹത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് നിലകൊണ്ടു. അതിൽ നിന്നും ഒരു മാറ്റം വന്നത് എപ്പോൾ? ആ മാറ്റമാണ് പ്രവാചക നിന്ദയുടെ അടിസ്ഥാനം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെടുകയും ആരാണോ അവിടുത്തെ പ്രവാചകനായി നിയോഗിച്ചത് ആ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അവിടുത്തെ തിരുനാവിലൂടെ ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചക നിന്ദയുടെ തുടക്കം. അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയോഗ്യത അവിടുത്തെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാണ് എന്നതാണ് വിമർശകർ, ശത്രുക്കൾ കാണുന്നത്. പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്ത് നജ്മിലെ 3-4 ആയത്തുകൾ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, നിങ്ങളുടെ സഹോദരൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, വഹി അനുസരിച്ചാണ്, ദിവ്യ സന്ദേശം അനുസരിച്ചാണ്. അപ്പോൾ ലോകത്തിന്റെ സൃഷ്ടാവിങ്കിൽ നിന്നുള്ള സന്ദേശം, ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരും ആ ചില പ്രവാചകന്മാർക്ക് ലോകത്തിന്റെ സൃഷ്ടാവ് നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളും എന്താണോ ഈ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന സത്യസന്ദേശം, ആ സത്യസന്ദേശം പ്രവാചകനിലൂടെ ലോകത്ത് വരാൻ തുടങ്ങി. ആ സന്ദേശത്തോടുള്ള വെറുപ്പ്, ആ സന്ദേശത്തോടുള്ള വിമർശനം, ആ സന്ദേശം സഹിക്കവയ്യാതെയാകുമ്പോൾ ആ സന്ദേശം പറയുന്ന വ്യക്തിക്ക് നേരെ തിരിയുകയും അതിനെ ആശയപരമായി നേരിടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് പറയുന്ന വ്യക്തിയെ ഇടിച്ചു താഴ്ത്തി സമൂഹത്തിന്റെ മുമ്പിൽ വികൃതമാക്കി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ സുപ്രധാനമായ കാരണമെന്ന് കൂടുതൽ പഠിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയ്ക്കിടെ ഒരു ഊഴം വെക്കുന്നത് പോലെ അല്പം ഒരു 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 3 മാസത്തെ ഗ്യാപ്പ് ഉടൻ വരും അടുത്ത ഒരു ഇഷ്യൂ. ആ ഇഷ്യൂ മുഖേന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തി അത് മുഖേന ഇസ്ലാമിന്റെ ആദർശത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കാനും ആരും മുന്നോട്ട് വരാൻ പാടില്ല എന്ന ലക്ഷ്യം സാധിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, ആ വിമർശനത്തിനപ്പുറത്ത് പ്രവാചകൻ നിന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുമ്പോൾ അതിൽ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറയാൻ തുടങ്ങിയ ഉടനെ ആ പറഞ്ഞ പ്രവാചകനെതിരെ ശക്തമായ ആക്ഷേപം വന്നിട്ടുണ്ട്. തന്റെ കുടുംബത്തിൽ നിന്ന്, തന്റെ രക്തബന്ധുക്കളിൽ നിന്നാണ് തുടക്കം. അതിന്റെ ഉദ്ഘാടനം അവിടെ നിന്നാണ്. പരിശുദ്ധ ഖുർആനിലെ 111-ാം അധ്യായം, ഒരധ്യായം തന്നെ ലോകത്തിന്റെ സൃഷ്ടാവ് അതിനുവേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ അധ്യായത്തിന്റെ തുടക്കം തന്നെ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. ആരാണോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചത്, ആ നിന്ദിച്ച വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് അറിയുക, പേര് പറയുമ്പോൾ വ്യക്തി ജീവിച്ചിരിക്കുന്നു.
ആരുടെ പേരെടുത്തുകൊണ്ടാണോ ലോകത്തിന്റെ സൃഷ്ടാവ് പരിശുദ്ധ ഖുർആനിലൂടെ ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത്, അപ്പോൾ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന അവിടുത്തെ ഭാര്യയും ജീവിച്ചിരിക്കുന്നു. രണ്ടുപേരെ കുറിച്ചും ആയത്തിൽ പരാമർശമുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പറയുമ്പോൾ ആ വ്യക്തി ജീവിച്ചിരിക്കുകയാണ്, പ്രകോപനപരമായി അതിനോട് പെരുമാറുകയാണ്. അല്പം ഒരു ബുദ്ധി പ്രയോഗിച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് അബൂലഹബ് പറഞ്ഞാൽ ഇസ്ലാം പൊളിയില്ലേ? ശപിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഖുർആന് യാതൊരു അർത്ഥവുമില്ല എന്ന് വരില്ലേ? പക്ഷേ സാധ്യമല്ല. മനസ്സുകളെ നിയന്ത്രിക്കുന്നത് ലോകത്തിന്റെ സൃഷ്ടാവാണ്. അപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശമാണ് എന്നതുകൊണ്ട് തന്നെ ആ സന്ദേശം പറഞ്ഞതിന്റെ പേരിൽ ആ പ്രവാചകനെതിരെ തിരിഞ്ഞാൽ അതിനുള്ള മറുപടി ലോകത്തിന്റെ സൃഷ്ടാവ് തന്നെ നേരിട്ട് നൽകി. ഒന്നാമത്തെ പ്രവാചക നിന്നക്ക് മറുപടി ആ പ്രവാചകനെ അയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. വളരെ മോശമായ രീതിയിൽ, ആളുകൾക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രൂപത്തിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ അബൂലഹബിന്റെ ശവം പ്രയാസപ്പെട്ട അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാര്യവും അത്തരം മോശമായ അവസ്ഥയിൽ തന്നെയായിരുന്നു. പറഞ്ഞുകൊണ്ടുവരുന്നത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളെ സത്യവിശ്വാസികൾ കാണേണ്ടത് ലോകത്തിന്റെ സൃഷ്ടാവ് അവിഷയത്തിൽ പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ എന്താണ് എന്നത് പരിശുദ്ധ ഖുർആനിലൂടെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെയും മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇസ്ലാമിക പ്രബോധനത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരാണ്? ഈ ലോകത്ത് ജൂതന്മാരും ക്രൈസ്തവരും യുക്തിവാദികളും ശത്രുക്കളെല്ലാം അവിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. ലോകത്തിലൊരു സൃഷ്ടാവുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സൃഷ്ടാവുണ്ട് എന്ന് സമർത്ഥിക്കാൻ എല്ലാവരും ഒരേ വേദിയിൽ വരും. അച്ഛനും സ്വാമിയും എല്ലാവരും ഒരേ വേദിയിൽ വരും യുക്തിവാദിക്കെതിരെ. എന്നാൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന വിഷയത്തിലും ഇതേപോലെ വേദിയിൽ എല്ലാവരും ഒന്നിച്ചു വരും. ഒരുപക്ഷെ സാങ്കേതികമായ ഒരു വേദിയിൽ വന്നില്ലെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു തന്നെ. കാരണം എല്ലാവരുടെയും മുഖ്യ വിഷയം എന്താണ്? നോക്കൂ, 1400 വർഷങ്ങൾ ഇസ്ലാമിന്റെ പഴക്കം 1400 വർഷമല്ല, അത് മനുഷ്യനോളം പഴക്കമുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനോളം പഴക്കമുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ലാസ്റ്റ് എഡിഷൻ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തേക്ക് എത്തി. അങ്ങനെ ആ ഏറ്റവും അവസാനം വന്ന സമ്പൂർണമായ സന്ദേശത്തിന് ഇനി ഒരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ എടുത്തുമാറ്റലുകളോ ആവശ്യമില്ലാത്ത ആ സന്ദേശം, 1400 വർഷം പഴക്കമുള്ള ഒരു സന്ദേശം എല്ലാ സന്ദർഭത്തിലും പുതുമയോടെ ലോകം കാണുന്നു. ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ വിമർശകർക്കും അനുകൂലികൾക്കും ഒരേ മറുപടി, അമേരിക്കക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കുമെല്ലാം ഒരേ മറുപടി, ഇസ്ലാം ഇസ്ലാം ഇസ്ലാം. എന്താ ഈ മറുപടി വരാൻ കാരണം? അതെ, പഠിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ, മനനം ചെയ്യുന്ന മനുഷ്യന്റെ മുമ്പിൽ സ്വതന്ത്രമായി തുറന്നു വച്ചിരിക്കുന്നു പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ബോധ്യമാകും ഇത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളല്ല, അവിടത്തേക്ക് ഇത് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ സൃഷ്ടാവിങ്കൽ നിന്നുള്ളതാണ് എന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ആ സന്ദേശത്തിൽ നിന്ന് ജനങ്ങളെ വഴിമുടക്കുന്നതിന് വേണ്ടിയും ഇസ്ലാമിന്റെ മുഖം വികൃതമായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന പൊതുവെ ഇസ്ലാമിന്റെ ശത്രുക്കൾ സ്വീകരിക്കുന്ന നയത്തിന്റെ ഭാഗമാണ് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്ന പ്രവാചക നിന്ന ശ്രമങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ശ്രമങ്ങളെ പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ന് നമ്മൾ കാർട്ടൂണുകളിലൂടെ, പ്രസ്താവനകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ കേൾക്കുന്നതിന് സമാനമോ അല്ലെങ്കിലും അതിനും അപ്പുറത്തോ ഉള്ള രൂപത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചിരുന്ന ഒരു ഉജ്ജ്വല പ്രഭാഷകൻ ഉണ്ടായിരുന്നു, സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാനമായ ദൗത്യം തന്നെ ചന്തയിൽ പോവുക, ആ ചന്തയിൽ നിന്നും പ്രസംഗിക്കുക. ആർക്കെതിരെ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി അധിക്ഷേപം നടത്തി അവിടുത്തെ സന്ദേശങ്ങളിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുക എന്ന രൂപത്തിലുള്ള ആകർഷണീയമായ പ്രസംഗം. എന്തെങ്കിലും പറയുകയല്ല, ചടുതലോടുകൂടി വളരെ കൃത്യമായി കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട്
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജനങ്ങളെ അകറ്റുന്നതിന് വേണ്ടി അദ്ദേഹം ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ആ പ്രസംഗം തുടരുമ്പോൾ അതിനെ കല്ലെറിയുവാനോ പ്രസംഗം തടസ്സപ്പെടുത്താനോ അദ്ദേഹത്തെ ആക്രമിക്കുവാനോ യാതൊരു ന്യായീകരണവുമില്ലാത്ത രൂപത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഈ പ്രവാചക നിന്ദക്കെതിരെ പ്രതികരിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശം കൊടുത്തില്ല. പ്രവാചകാനുയായികൾ അനുസരണമുള്ള ദീനീ ബോധത്തിന്റെ മാതൃകകളായ അവർ മുന്നോട്ട് വന്നില്ല. എന്നാൽ ഒരു അവസരം ലഭിച്ചു. ബദറിൽ വെച്ച് ബദർ യുദ്ധത്തിന്റെ വിജയത്തോടുകൂടി 50ഓളം ബന്ദികളെ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയാണ്. ആ ബന്ദികളിൽ ഒരാൾ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിനെ ബന്ദികളായി കിട്ടി. 48 പേരെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചു. 2 പേരെ മാത്രമാണ് വധിച്ചത്. പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഈ 48 ആളുകൾ ബന്ദികളാക്കി പിടിച്ച 48 ആളുകളിൽ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചില്ല. ഇനി ഈ ചന്തയിൽ പോയുള്ള പ്രവാചകനെതിരെയുള്ള സംസാരം ഒന്ന് നിലക്കട്ടെ. കയ്യിൽ കിട്ടി സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വകവരുത്തുന്നവരുടെ കൂട്ടത്തിലേക്ക് മൂന്നാമതൊരാളായി സുഹൈൽ ഇബ്നു അംറിനെ ചേർത്തില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യന്റെ മുമ്പിലുള്ള 2 പല്ലുകൾ തട്ടിക്കളയണം, എന്നിട്ട് അങ്ങയെക്കുറിച്ച് യാതൊരു ന്യായീകരണവുമില്ലാതെ അധിക്ഷേപിച്ച് സംസാരിക്കും, നമുക്കൊന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പടച്ചവന്റെ ഭാഗത്ത് നമ്മുടെ അംഗങ്ങൾ വിച്ഛേദിച്ചു പോകുന്ന ഒരു അവസ്ഥയെ നീ ഭയപ്പെടണം. തുടർന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, താങ്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു നിലപാട് നാളെ സുഹൈൽ എടുത്തുകൂടായികയില്ല. അഥവാ അവിടുത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച ആ വ്യക്തിയുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത, ആ വ്യക്തിയോടുള്ള ഗുണകാംക്ഷ, അതും ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഹൃദയമുണ്ട്. ആ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ഒരു ലോകത്തിന്റെ സട്ടാവുണ്ട്. ആ സട്ടാവിന്റെ തീരുമാനം എന്തായിരിക്കുമെന്നും ഉമറേ നമുക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പല്ലുകൾ നീക്കുവാൻ പാടില്ല എന്നായിരുന്നു. ഹുദൈബിയ സന്ധിയുടെ ഘട്ടത്തിൽ ഖുറൈശികളുടെ പ്രതിയായിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായി വാദിക്കുവാനും സംസാരിക്കുവാനും സുഹൈൽ ഇബ്നു അംർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മക്ക വിജയ സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പടനയിച്ചവരുടെ കൂട്ടത്തിൽ സുഹൈൽ ഇബ്നു അംർ ഉണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മാറുകയാണ്. 6 വർഷത്തിന് ശേഷം അദ്ദേഹം മാറുകയാണ്. ബന്ദികളാക്കി പിടിച്ച മക്ക വിജയത്തിന്റെ സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തും ചെയ്യാവുന്ന അവസ്ഥയിൽ അവിടുന്ന് കൊടുത്ത ചരിത്ര പ്രാധാന്യമുള്ള മാപ്പ്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാപ്പ്, എല്ലാ അർത്ഥത്തിലും ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചു കൊണ്ടുപോയി തന്റെ അനുയായികളെ പീഡിപ്പിച്ച, ഉയ്യ സ്ഥാനത്തേക്ക് പഴുപ്പിച്ച ഇരുമ്പ് കയറ്റിയ ആളുകളെ മുമ്പിൽ കിട്ടിയിട്ട് അൻതുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഖ്യാപനത്തെ കുറിച്ച് ചിന്തിച്ച് അതൊരു കാരണമായി മാറി സുഹൈൽ ഇബ്നു അംർ പിന്നീട് റളിയല്ലാഹു അൻഹു ആയി മാറുകയാണ്. ഇസ്ലാമിന്റെ കൊടിവാഹകനായി മാറുകയാണ്. പിന്നീട് നടന്ന യുദ്ധത്തിൽ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മുസ്ലിം പക്ഷത്തെ നിറസാന്നിധ്യമായിരുന്നു. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച തന്റെ പ്രഭാഷണ രംഗത്തെ പാടവം നേരെ തിരിച്ച് ഇസ്ലാമിന്റെ സത്യസന്ധമായ പ്രബോധനത്തിന് സുഹൈൽ ഇബ്നു അംർ, ഈ സഹാബിയുടെ പേര് ഈ പ്രോഫ്കോണിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ ഒരിക്കലും മറന്നു പോകരുത്. ഒരു ചന്തയിൽ നിന്ന് ഇസ്ലാമിനെതിരെ പ്രവാചകനെതിരെ സംസാരിച്ച അതേ വ്യക്തി പ്രവാചകനെ കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തന്റെ പ്രഭാഷണ രംഗത്തുള്ള പാടവത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിറസാന്നിധ്യമുള്ള പ്രബോധകനായി മഹാനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മാറുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദാകാനുള്ള അവസരവും ആ മഹാസുഹാബിക്ക് ലഭിച്ചു. അദ്ദേഹത്തോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എങ്ങനെയാണ് പ്രവാചക നിന്ദക്കെതിരെ നാം പ്രതികരിക്കേണ്ടത് എന്ന് വിശദീകരിക്കാതെ, പ്രസംഗിക്കാതെ, അത് പഠിപ്പിക്കാൻ ഏതാനും വാചകങ്ങൾ പറയാതെ
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളുടെ വിഷയത്തിലെടുത്ത നിലപാടിലൂടെ നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തരികയാണ്. അഥവാ വിഷയം ആശയപ്രധാനമാണ്, വൈകാരികമല്ല, വൈചാരികമാണ് വിഷയം. അതാണ് ഇസ്ലാമിന്റെ സമീപനം. എന്നാൽ ഇത് പറയുമ്പോൾ പലപ്പോഴും പല സംശയങ്ങളും വരും. നിങ്ങൾ 50 ആളുകളുടെ പേര് പറഞ്ഞല്ലോ, അതിൽ 2 പേരെ പ്രവാചകൻ കൊന്നല്ലോ. ആ കൊന്ന 2 പേർ അബൂ ഉസ്സത്തുൽ ജംഹ് എന്ന് പറയുന്ന ആളും അബൂ ഉസ്സത്തുൽ ജംഹ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സംസാരിച്ചു എന്ന് മാത്രമല്ല, പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെ ശാരീരികമായി അങ്ങേയറ്റം വേദനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം വിട്ടയക്കപ്പെട്ടവരിൽ പെടും. അഥവാ കൊന്ന 2 പേരിൽ അദ്ദേഹം പെടില്ല. മൂന്നാമതൊരാളായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചേർത്തില്ല. അദ്ദേഹം പ്രവാചകൻ നിന്ന അങ്ങേയറ്റം നടത്തിയെന്ന് മാത്രമല്ല, ശാരീരികമായി പ്രവാചകനെയും അനുയായികളെയും വേദനിപ്പിക്കുന്നതിൽ ഹരം കൊണ്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ പ്രവാചകൻ വധശിക്ഷ വിധിച്ചില്ല. 2 പേരെ വധിച്ചല്ലോ. ആ 2 പേർ ആരൊക്കെയായിരുന്നു? നദ്ർ ഇബ്നു ഹാരിസ്, ശത്രുപക്ഷത്തെ പതാകവാഹനായിരുന്നു അദ്ദേഹം. ഉഖബത്ത് ഇബ്നു മുഅയ്കിൻ. ഈ 2 വ്യക്തികളെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ വിധിക്കുകയാണ്. ഈ വധത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ടാണ് 2 വിഭാഗം ആളുകൾ. ഒന്ന്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്താനും പ്രതികാരദാഹിയായിരുന്നുവെന്നും തനിക്ക് നേരെ വരുന്ന ആശയപരമായ നീക്കങ്ങളെ ചെറുക്കാൻ കഴിയാത്തത് കൊണ്ട് എതിർക്കുന്നവരെ വകവരുത്തുകയാണ് ചെയ്യുന്നത് എന്നും പറയാൻ ഇസ്ലാമിന്റെ ആശയപരമായ ശത്രുക്കൾ, ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നവർ അതിന്റെ അവസാനത്തെ വശം മാത്രം എടുക്കുകയും അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത്, പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു കൊലവിളിയുടെയും അക്രമത്തിന്റെയും പാതയാണ് എന്ന് അവതരിപ്പിക്കുകയും ഇതേ സന്ദർഭത്തിൽ തന്നെ വൈകാരികമായി പ്രതികരിച്ചാലേ ഇസ്ലാമിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയൂ എന്ന് തെറ്റിദ്ധരിച്ച, അവിഷയത്തിലെ പ്രവാചകന്റെ സുന്നത്ത്, പ്രവാചകന്റെ ചര്യ അപ്രത്യക്ഷമായി പോയ, തീവ്രവാദപരമായി സമീപിച്ചു പോകുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട സഹോദരങ്ങളും ഇതേ കാര്യം പ്രവാചകൻ 2 പേരെ വധിച്ചല്ലോ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് എടുക്കാനുള്ള ഉദാഹരണവും ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർക്ക് എടുക്കാനുള്ള കാര്യവും 2 കൂട്ടർക്കും ഒരേ വിഷയമാണ് പറയാനുള്ളത്. എന്നാൽ അറിയുക, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 പേരെ വധിച്ചിട്ടുണ്ട്. എന്തായിരുന്നു കാരണം? ഇവരെ വധിക്കുവാനുള്ള കാരണം, അവർ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചു. ആ രാഷ്ട്രത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ഒരു മുസ്ലിം സ്ത്രീയെ അങ്ങാടിയിൽ വെച്ച് വസ്ത്രാക്ഷേപം നടത്തുകയാണ്. അങ്ങനെ ആ സ്ത്രീയുടെ നിലവിളി കേട്ടെത്തിയ ഒരു മുസ്ലിം ആ സ്ത്രീയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ആ നീച പ്രവർത്തനം ചെയ്ത ജൂതനെ വധിക്കുകയാണ്. അതോടൊപ്പം ജൂതന്മാർ സംഘടിച്ചുകൊണ്ട് ഈ മുസ്ലിം വ്യക്തിയെയും വധിക്കുകയാണ്. അങ്ങനെ ആഭ്യന്തര കലഹത്തിലേക്ക് നീങ്ങുകയും അങ്ങനെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊല്ലണമെന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ പറയുകയും ചെയ്യുന്ന ആഭ്യന്തര കലഹത്തിന്റെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആ ജൂത വിഭാഗം, അവരടങ്ങുന്ന ഗോത്രം, ആ ബനു ഖൈറുഖാ ഗോത്രം, അവർ താമസിച്ച കോട്ട വളയുകയും 14 ദിവസത്തോളം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതിന് ശേഷം അവസാനം ഇസ്ലാമിക രാഷ്ട്രത്തിന് അവർ കീഴടങ്ങുകയും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഴുവൻ സമ്പാദ്യങ്ങളോടും കൂടി സിറിയയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അഥവാ അവരോട് സ്വീകരിച്ച സമീപനത്തിന്റെ അടിസ്ഥാനപരമായ കാരണം, അവർ ഒരു രാഷ്ട്ര സംവിധാനത്തിനെതിരെ, രാഷ്ട്രത്തിന്റെ ഭദ്രതക്കെതിരെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു. ഈ 2 വ്യക്തികളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാലും അവിടെയും നമുക്കത് കാണാൻ സാധിക്കും. പ്രവാചകനെതിരെ വധിക്കുവാനുള്ള ആഹ്വാനം പുറപ്പെടുവിപ്പിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകുന്ന രാഷ്ട്ര സംവിധാനത്തിനെതിരെ നീങ്ങുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ വധത്തിനുള്ള കാരണം. പ്രവാചകനെ നിന്ദിച്ചതിന്റെ പേരിലാണെങ്കിൽ തീർച്ചയായും അബൂ ഉസ്സത്തുൽ ജംഹിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചിരിക്കണം. കാരണം അത്രമാത്രം ശാരീരിക പീഡനങ്ങൾ പ്രവാചകന്റെ അനുയായികൾക്കെതിരെ പ്രയോഗിച്ച ആ വ്യക്തിക്ക് പ്രവാചകൻ മാപ്പ് കൊടുക്കുകയാണ്.
2 വധത്തെ മാത്രം എടുത്തു പറയുകയും 48 ആളുകളെ വിട്ടയച്ചതിനെ കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളും ഉള്ളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഏണി വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന 2 കൂട്ടരും വിട്ടയക്കപ്പെട്ട 48 പേരെ പറ്റി പലപ്പോഴും പഠിച്ചിട്ടില്ല. ഒറ്റപ്പെട്ടവയെങ്കിലും പഠിച്ചത് പറയുന്നുമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ കഅബ് ഇബ്നു അഷ്റഫ് പലപ്പോഴും ഇസ്ലാമിന്റെ വിമർശകർ, ഇസ്ലാമിനെ നിന്ദിക്കുന്ന ആളുകൾ എടുത്തു പറയുന്ന ആളാണ്. അദ്ദേഹത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചിട്ടുണ്ട്, വധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസ്മാ ബിൻത് മർവാനെ വധിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടാണ് വാട്സപ്പിൽ പുതിയ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നാം പ്രതികരിക്കണം. അടങ്ങി നിന്നാൽ ശരിയാവില്ല. ആരാണോ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് ആ പ്രസിദ്ധീകരണാലയം അടിച്ച് തകർക്കണം. കാരണം മാതൃകയുണ്ട്, കഅബ് ഇബ്നു അഷ്റഫിനെ കൊന്നിട്ടുണ്ട്, അസ്മാ ബിൻത് മർവാനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ എടുത്തുപിടിക്കും. യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? ഇവർ ചെയ്ത തെറ്റെന്താണ്? ഞാൻ നേരത്തെ ജൂത ഗോത്രക്കാരെ കുറിച്ച് പറഞ്ഞതുപോലെ രാഷ്ട്രത്തിനെതിരെ നീങ്ങിയെന്ന് മാത്രമല്ല, കഅബ് ഇബ്നു അഷ്റഫ് മക്കയിൽ പോയി അതിനു വേണ്ടി മാത്രം യാത്ര ചെയ്തു. എന്നിട്ട് മക്കയിലെ മുശ്രിക്കുകളെ പ്രവാചകരെതിരെ തിരിച്ചുവിടുകയും അവരെ വൈകാരികമാക്കി മാറ്റുന്നതിന് കവിത പാടുകയും ചെയ്തു. മാത്രമല്ല ബദറിൽ വധിക്കപ്പെട്ട കുടുംബക്കാരെ നേരിട്ട് കണ്ട് വിടരുത് എന്ന് പറഞ്ഞ് താൻ ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തെ തകർക്കുന്നതിന് വേണ്ടി, ആ രാഷ്ട്രത്തിന്റെ സംവിധാനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ആ രാഷ്ട്രത്തിനെതിരെ യുദ്ധം നയിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്ത് മക്കയിൽ പോയി അവിടെ ഗൂഢാലോചന നടത്തിയ വ്യക്തിയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ മുന്നോട്ട് വരുന്നത്. അവിടുത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ചതിന്റെ പേരിലല്ല. നാം മനസ്സിലാക്കണം, ഇത്തരം ചരിത്ര വസ്തുതകളുടെ അവസാന ഭാഗം മാത്രം എടുക്കുകയും കൊന്നില്ലേ, കഅബ് ഇബ്നു അഷ്റഫിനെ കൊന്നില്ലേ, അസ്മാ ബിൻത് മർവാനെ കൊന്നില്ലേ തുടങ്ങിയ പ്രവാചകനെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു അസ്മാ ബിൻത് മർവാൻ. അതേപോലെ തന്നെ കലാപത്തിന് വേണ്ടി ആസൂത്രണങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു അസ്മാ ബിൻത് മർവാൻ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ചരിത്രങ്ങളെ വളച്ചൊടിക്കുകയും വിഷയങ്ങളെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് അവതരിപ്പിക്കുകയും. കണ്ണൂരിലെ സ്റ്റേഡിയം കോർണറിൽ വർഷങ്ങൾക്കും ഒരു പ്രഭാഷണം നടക്കുകയുണ്ടായി. ഹൈന്ദവ മതം അംഗീകരിക്കാത്ത ഏതൊരു മതത്തെയും അതിന്റെ വൈകാരികത ഉപയോഗപ്പെടുത്തി അതിലൂടെ ജീവിക്കുന്ന, അതിലൂടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വരെ കെട്ടിപ്പടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഹൈന്ദവതയുടെ യഥാർത്ഥ ശത്രുക്കൾ, ഹൈന്ദവതയുടെ പേരിൽ ഭീകരവാദവും തീവ്രവാദവും വളർത്താൻ ശ്രമിക്കുന്ന ആളുകൾ കണ്ണൂരിലെ സ്റ്റേഡിയം കോർണറിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ പറഞ്ഞു, മുസ്ലിങ്ങൾ ചിരിക്കുന്നത് നോക്കണ്ട, അവരുടെ പരിശുദ്ധ ഖുർആനിൽ അമുസ്ലിമീങ്ങളെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണം എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് അവരുടെ ലോക്യവും ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ ഒരു അധ്യാപനം എടുത്തുകൊണ്ടാണ് ഒരു അങ്ങാടിയിൽ വെച്ച്, ഒരു ടൗണിൽ വെച്ച്, പൊതുജനങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് പരിശുദ്ധ ഖുർആനെ കുറിച്ച് 8-ാം അധ്യായമായ സൂറത്ത് അൻഫാലിലെ ഭാഗം എടുത്തുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ചിന്തിക്കുക, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയുണ്ട്. കാഫറുകളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലണമെന്നുണ്ട്. എന്നിട്ട് എന്തേ കാസർഗോഡ് കൊല്ലാത്തത്? എന്തേ റെയിൽവേ സ്റ്റേഷനിൽ ഗോപാലേട്ടനെ കാണുമ്പോൾ കൊല്ലാത്തത്? ഖുർആനിൽ ഉണ്ടായിട്ടും അവിടെയാണ്. പരിശുദ്ധ ഖുർആൻ എവിടെയാണത് പറഞ്ഞത്? എന്താണ് വിഷയം? ബദർ യുദ്ധമാണ് സാഹചര്യം. ആ ബദർ യുദ്ധത്തിലുള്ള നിർദ്ദേശം കൊടുക്കുന്നതിനിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുദ്ധമുഖത്ത് വെച്ച് ശത്രുവിനെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിന്റെ ആദ്യ ഭാഗം എടുത്താൽ നമുക്ക് വിശദമായി ഇത് പഠിക്കാൻ കഴിയും. സമയക്കുറവ് മൂലം ആയത്തുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ യുദ്ധമുഖത്ത് വെച്ച് ശത്രുവിനെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം. ഇവിടെ യുദ്ധമുഖം എന്ന സാഹചര്യം ഒഴിവാക്കിയാൽ അതാണ്, ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ വൈകാരികമായി വളർത്തിയെടുത്ത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിന്റെ പേര് പറഞ്ഞ് സംഘടിപ്പിച്ച് പിന്നീട് ലക്ഷ്യം രാഷ്ട്രീയമാകുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിൽ പിടിക്കൂ ബാനർ, പിടിക്കൂ വോട്ടർ പട്ടിക, എന്നിട്ട് വോട്ട് പിടിക്കൂ, നമുക്കും വേണം സീറ്റുകൾ എന്ന് വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ചു പോയ ആളുകളുണ്ട്. അവരും ഇതേ പരിശുദ്ധ ഖുർആന്റെ ഭാഗമെടുത്ത് കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ പറയുന്നുണ്ടല്ലോ എന്നതും ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന അതേ ഭാഗം ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നും ഉപയോഗപ്പെടുത്തുകയാണ്, അഥവാ ദുരുപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെയാണ് ഈ ഒരു വിഷയത്തിന്റെ മർമ്മം നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആവശ്യം പ്രതികരണം തന്നെയാണ്. എന്തായിരിക്കണം പ്രതികരണം? ഇസ്ലാമിന്റെ ശത്രുക്കൾ
ആഗ്രഹിക്കുന്ന പ്രതികരണങ്ങളല്ല നാം ഇന്നും ഉണ്ടാകേണ്ടത്. പാരീസിൽ ഏറ്റവും അവസാനം പാരീസിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന പേരിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ കാർട്ടൂണുമായി ബന്ധപ്പെട്ട് വാരികയുടെ ഓഫീസ് ആക്രമിക്കുകയും അതേപോലെ തന്നെ അവിടെ 12ഓളം ആളുകളെ വധിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അതോടുകൂടി പാരീസ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ബഹുജന പ്രകടനമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നും ലോകം പഠിക്കാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആഗ്രഹിച്ചത് എന്താണ്? അതെ, ഇതാണ് ഇസ്ലാം. വിമർശനങ്ങളെ ഒരിക്കലും ഇവർക്ക് സഹിക്കുകയില്ല. ആ ആക്രമണത്തോടുകൂടി കോപ്പികൾ, ആ വാരികയുടെ കോപ്പികൾ 10 മടങ്ങായി വർദ്ധിക്കുകയായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഇസ്ലാമിന് വിമർശനങ്ങൾ സഹിക്കാൻ സാധ്യമല്ലെന്നും അതുകൊണ്ടാണ് ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയതെന്നും ലോകത്തെ അറിയിക്കുവാൻ വേണ്ടി ഇസ്ലാമിക വിരുദ്ധ മീഡിയ ഇത് ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഇവിടെയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. പ്രതികരണത്തിന്റെ രീതി ഒരിക്കലും ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുന്ന രൂപത്തിൽ ആകരുത്. പ്രതികരണം എങ്ങനെയായിരിക്കണമെന്നും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൂടെ? ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണോ നിങ്ങൾ? അതെ, ഫ്രീഡം ഓഫ് എക്സിബിഷൻ അത് അനുവദിക്കപ്പെട്ട കാര്യമല്ലേ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ഇസ്ലാമിന് വിമർശനങ്ങളെ ഇഷ്ടമാണ്, വിമർശനങ്ങളെ അങ്ങേയറ്റം ഇഷ്ടമാണ്. കാരണം ഇസ്ലാമിന് മറുപടിയില്ലാത്ത വിഷയമില്ല. അത് എനിക്കും വിശ്വാസമുള്ള ഓരോരുത്തർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തുകൊണ്ട്? ഇസ്ലാം ഒരു മനുഷ്യനിൽ നിന്നുള്ളതല്ല, ഒരു മനുഷ്യന്റെ ചിന്തകളല്ല. മനുഷ്യനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചം ആസകലം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ നിയന്ത്രിച്ച ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശമാണത്. ആ സൃഷ്ടാവിന്റെ സന്ദേശത്തിന് മറുപടിയില്ലാത്ത ഒന്നുമില്ല എന്നതുകൊണ്ട് ഇസ്ലാമിന് വിമർശനങ്ങളെ വളരെ ഇഷ്ടമാണ്. ആ ഇസ്ലാം പ്രബോധനം ചെയ്ത പ്രവാചകനെതിരെയും ഏത് വിമർശനവും സ്വാഗതാർഹമാണ്. വന്നോളൂ, ഏത് വിമർശനങ്ങളുമാകാം. എന്നാൽ ഇസ്ലാം എതിർക്കുന്നത് ഫ്രീഡം ഓഫ് ഇൻസൾട്ട്, ആളെ ഇൻസൾട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതാരാ കൊടുത്തത്? ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുക, വളരെ മോശമായി ഒരു വ്യക്തിയെ കുറിച്ച് ചിത്രീകരിക്കുക. കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ഓരോ കാർട്ടൂണിലും പ്രവാചകന്റെ രൂപം വ്യത്യസ്തമാണത്രേ. മുസ്ലിങ്ങൾക്ക് ഇത്രേ പറയേണ്ടതുള്ളൂ, അത് പ്രവാചകന്റേതല്ല. കഴിഞ്ഞില്ലേ? പ്രവാചകന്റെ ചിത്രം ലോകത്തെവിടെയും ഇല്ലാത്തത് കൊണ്ട് പ്രവാചകന്റേതല്ല. അവിടെ അവസാനിച്ചില്ലേ? അവിടെ അവസാനിപ്പിക്കാൻ മാത്രമേ അതുള്ളൂ. പ്രവാചകന്റേതല്ലെന്ന് മുസ്ലിങ്ങൾ ഒന്നിച്ചു പറഞ്ഞാൽ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ. സ്നേഹം എന്നത് ചിലർക്കെങ്കിലും ഫോട്ടോയിലാണ് പലർക്കും സ്നേഹം. മുസ്ലിമീങ്ങളിലും അതുണ്ട്. അതുകൊണ്ടൊന്ന് ചേർത്ത് ഒരൊറ്റ പോയിന്റ് വെക്കട്ടെ സഹോദരങ്ങളെ. വല്യുമ്മയുടെ ഫോട്ടോ, വല്യാപ്പയുടെ ഫോട്ടോ, അങ്ങനെ കുടുംബത്തിലെ കാരണവരുടെ ഫോട്ടോ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്നു ചില വീടുകളെങ്കിലും. എന്തിനാ തൂക്കിയിട്ടത്? ഒന്ന് ഓർക്കാൻ, അവരെ ഓർക്കാൻ. ഇസ്ലാമിൽ ഓർക്കൽ ഫോട്ടോ വെച്ചല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫോട്ടോ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ വെക്കാമായിരുന്നുവെങ്കിൽ അത് മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരുന്നു. ഇല്ലെന്ന് മാത്രമല്ല, കോഴിക്കോട്ട് ഒരു ചെറിയ ബാലപ്രസിദ്ധീകരണം പ്രവാചകന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് പുറത്തിറങ്ങും മുമ്പ് മുസ്ലിങ്ങൾ ഒന്നാകെ പറഞ്ഞു പാടില്ല. പ്രതിഷേധ പ്രകടനം നടന്നു അവിടെ. അതോടുകൂടി അവർ ആ കോപ്പി തന്നെ പിൻവലിച്ചു. അല്ലേ? അപ്പോൾ പ്രവാചകനോട് സ്നേഹമില്ലേ? ഉണ്ട്. പ്രവാചകനെയാണ് സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും ഞാൻ അവർക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല. അപ്പോൾ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ നമുക്കിഷ്ടം പ്രവാചകനെ ആയിരിക്കണം. ആ പ്രവാചകന്റെ ഫോട്ടോ നമ്മുടെ വീട്ടിലില്ലല്ലോ. പിന്നെ എങ്ങനെ പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത്? പ്രവാചകനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ അവിടത്തേക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അതെ, വല്യുമ്മയെ സ്നേഹിക്കേണ്ടത്, വല്യാപ്പയെ സ്നേഹിക്കേണ്ടത്, മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് ഫോട്ടോ വെച്ചിട്ടല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എന്നാൽ ഒരു ഫോട്ടോ മാനിയ ഇവിടെ വളർന്നു വരുന്നുണ്ട്. പ്രഭാഷകരുടെ ഫോട്ടോ,
രണ്ട് വാക്ക് പറയണമെങ്കിൽ ഒരു ഫോട്ടോ വന്നേ തീരൂ എന്നിടത്തെത്തിയിട്ടുണ്ട്. ഇത് പ്രവാചകാധ്യാപനങ്ങൾക്കെതിരാണെന്ന് മുസ്ലിം സമൂഹവും മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റുകളോടുള്ള മുസ്ലിങ്ങളുടെ സമീപനം, മുസ്ലിങ്ങളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പറയാതിരിക്കൽ വർഗീയതയാണ്, അത് പാടില്ല. അതുകൊണ്ട് ഫോട്ടോ വെച്ച ഒരു ഫ്ലെക്സ് അടിച്ചാലേ, തന്റെ ഫ്ലെക്സ് കണ്ടാലേ തനിക്ക് രണ്ട് വാക്ക് പറയാൻ പറ്റൂ എന്ന അർത്ഥത്തിൽ ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ഫോട്ടോ മാനിയക്കെതിരെ ഒന്നിച്ചുള്ളൊരു മുന്നേറ്റം ആവശ്യമാണെന്ന് കൂട്ടിച്ചേർത്ത് കൊള്ളട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്നത് ആണ് പ്രശ്നം, അല്ലാതെ വിമർശിക്കുന്നതല്ല. ഒറ്റ ഉദാഹരണം പറയാം. പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ സ്ത്രീകൾക്കൊരു സ്ഥാനവുമില്ല, അവർക്ക് സ്വത്തവകാശം പകുതി മാത്രമാണ്. ഇത് വ്യക്തമായ വിവേചനമല്ലേ? പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ സ്ത്രീകൾക്ക് സ്വത്ത് പകുതി മാത്രമാണ്. ഇത് വിവേചനമല്ലേ എന്നാണ് ചോദ്യം. ഉദാഹരണം ഒന്ന് മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അതിന്റെ മറുപടി ആ പരിശുദ്ധ ഖുർആന്റെ വചനം തന്നെയാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുണ്ട്. അത് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ അതിന് പറഞ്ഞ കാരണം അവിടുന്ന് ഓതിത്തന്നു. അതിൽ കാരണങ്ങളിൽ ഒന്ന് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർ അവരുടെ സമ്പത്തിൽ നിന്നും ചെലവഴിക്കണം. അപ്പോൾ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് സ്ത്രീക്ക് പകുതി സ്വത്ത് എന്ന് പറഞ്ഞത്. സ്ത്രീക്കുള്ള സ്വത്ത് പോക്കറ്റ് മണിയാണ്. മുഴുവൻ സാമ്പത്തിക ബാധ്യതയും ഒരു കുടുംബത്തിന്റെ, ഭാര്യയുടെ, മക്കളുടെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് സ്ത്രീക്ക് പകുതി സ്വത്ത് കൊടുത്തത്. ഇത് വ്യക്തമാകുന്നതോടുകൂടി പിന്നീട് എന്ത് പറയാനുണ്ട്? ഇത് പറയുന്നതാകട്ടെ സ്ത്രീയെ മനുഷ്യനായി പോലും അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ മാനവികമാണിത്, ചരിത്രാതീതമായി നിലനിൽക്കുന്ന ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം. ആ സന്ദേശം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നാം മുന്നോട്ട് വരിക. പ്രവാചക നിന്നക്കുള്ള മറുപടി പ്രവാചകാധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യുക്തിഭദ്രമായി അതിന് മറുപടി പറയലാണ്. അതിനുള്ള ഒരു വേദിയായി ഇത് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.